Assalamualaikum. Welcome back to Zain'S Wonder World. ഇന്നൊക്കെ നമുക്ക് നല്ലൊരു ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗാണിത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ Zain'S Wonder World നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നും നമുക്ക് നോക്കാം. ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡ് അതിൻ്റെ ബ്രൗൺ പോർഷനൊക്കെ കളഞ്ഞിട്ട് വൈറ്റ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1.5 കപ്പ് പാലാണ്, കുറച്ച് പഞ്ചസാര. ഇത് ഞാൻ 8 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്, ഒരു പിഞ്ച് സാൾട്ട്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്, 2 പീസാക്കി വെച്ചതാണ്. ഒരു പീസ് ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാനും ഒരു പീസ് പഞ്ചസാര കാരമലൈസ് ചെയ്യാനും ഉള്ളതാണ്. പഞ്ചസാര 2 പോർഷനാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂട്ടിലേക്കുള്ളതും 8 ടേബിൾ സ്പൂണ്. ഇത് കാൽ കപ്പും 1 ടേബിൾ സ്പൂണും ഉണ്ട്. ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് നന്നാക്കി പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡെല്ലാം നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് പൊടിക്കണം എന്നൊരു ആവശ്യമില്ല, കയ്യിൽ ചെറുതായി നുറുക്കിയെടുത്താലും മതി. എനിക്ക് ഈ സ്ട്രക്ചറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് പാല് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് പാകത്തിന് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഞാൻ എടുത്തു വെച്ച മുഴുവനും ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. അത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവിയിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ താനെ മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത്, അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. ചെറുതായി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതി, അതാണ് അതിൻ്റെ ഭംഗി. ഇതിപ്പോൾ ചെറുതായിട്ട് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു ബ്രൗൺ കളറായി മുഴുവൻ മെൽറ്റായി വരട്ടെ. എന്നിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ മുഴുവനായി മെൽറ്റായി വന്ന് പാകത്തിന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ്. എൻ്റെ ബട്ടർ സ്കോച്ച് എസൻസിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ്. ഇതിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര മാത്രം കാരമലൈസ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലാണ് ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കൂട്ട് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്, കുതിർന്ന് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റീമറിൽ വെച്ച് നമുക്ക് ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാം.
നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അതുകൊണ്ട് മൂടി വെക്കാം. അപ്പോൾ അതിന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊരു 30 മിനിറ്റ് നന്നായി സ്റ്റീം ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പാകത്തിന് വെന്തണോ എന്ന് ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി നോക്കി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം എടുക്കാം. ഇനി ഇത് 30 മിനിറ്റ് വരെ വെന്ത് കിട്ടട്ടെ. എന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ പാകത്തിന് വെന്ത് ചൂടാറി വന്നിട്ടുണ്ട്. അരികൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതെനിക്ക് വെന്ത് കിട്ടാൻ 1 മണിക്കൂർ എടുത്തു. കാരണം എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. സ്റ്റീമറിൽ വെള്ളം വെച്ചപ്പോൾ കുറച്ച് കുറവായിരുന്നു. അത് വെള്ളം വറ്റിപ്പോയി. പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ സ്റ്റീമറിൽ വെള്ളം വെക്കുമ്പോൾ അത്യാവശ്യത്തിന് വെള്ളം വെക്കുക. ഇനി ഇതിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെയും ഉപയോഗിക്കാം, പക്ഷേ തണുത്ത ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. 1 മണിക്കൂറിന് ശേഷം മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത പുഡിങ്ങാണിത്. ഞാൻ നേരത്തെ ഫ്രീസറിൽ വെക്കാം 1 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫ്രീസറിലല്ല ഞാൻ വെച്ചത്, അത് മാറിപ്പോയതാണ്. ഫ്രിഡ്ജിലാണ്, താഴെ തന്നെയാണ് 1 മണിക്കൂർ ഞാൻ വെച്ചത്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.